നിലവിൽ നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതൊരു ATS ഫ്രണ്ട്ലി CV ആണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കൽ. അപ്പോൾ ഒരു ATS ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റമാണ് ഒരു ATS എന്ന് വെച്ചാൽ. അപ്പം വലിയ കമ്പനികളിലൊന്നും ഒരിക്കലും അവർക്ക് എല്ലാ CVകളും സ്ക്രൂട്ടനി ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CVകളായിരിക്കും അവർ സോർട്ട് ചെയ്തെടുക്കുക. അതിൽ നിന്നായിരിക്കും അവരുടെ മറ്റ് സെക്കൻഡ് സ്റ്റേജിലുള്ള സ്ക്രൂട്ടിനി കാര്യങ്ങൾ, സെലക്ഷന് കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ കുറേ കളറുകളും കാര്യങ്ങളും ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു PNG ഫോർമാറ്റിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഫോർമാറ്റിൽ നമ്മൾ കൂടുതൽ ഭംഗിയാക്കി കൊടുത്തുകൊണ്ട് നമ്മൾ അതിലൊരു സെലക്ഷനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ATS ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം നമ്മുടെ CVകൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റാണ് നമ്മൾക്കൂടെ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ലിങ്ക് നമ്മളോട് അടിയിൽ ഷെയർ ചെയ്യാം. ആദ്യം നമ്മൾ നെയിം, അതുപോലെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുക. രണ്ടാമതായി പ്രൊഫഷണൽ നമ്മുടെ സമ്മറി, അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങൾ ആഡ് ചെയ്യുക. അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. സർട്ടിഫിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ടെക്നിക്കൽ സ്കിൽസ്, എക്സ്പെർട്ടൈസ് ഏതിലാണെന്നുള്ളത് ആഡ് ചെയ്യുക. ലാംഗ്വേജ് വളരെ സിമ്പിൾ ആൻഡ് മിനിമലിസ്റ്റ് രൂപത്തിലാണ് നമ്മൾ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു CV നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഡാറ്റകൾ ഒട്ടും ഇതിൽ കുറവല്ല. ഡാറ്റകൾ നമുക്ക് എത്രയും ഇതിൽ ആഡ് ചെയ്യാം. അനാവശ്യമായിട്ടുള്ള ഗ്രാഫിക്സോ അല്ലെങ്കിൽ കളറുകളോ കാര്യങ്ങളോ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഒരു മിനിമലായിട്ടുള്ള ഒരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു CVയുടെ ഫോർമാറ്റ്. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് നമുക്കിതിൽ ആഡ് ചെയ്യുകയും കൂടുതൽ മികച്ചതാക്കിയിട്ട് നമുക്ക് ഇത് വളരെ ഈസിലി നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുകയും ചെയ്യും. ഇത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് DocX എന്നുള്ള ഫോർമാറ്റിൽ തന്നെ പരമാവധി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. PDF കൂടുതൽ സോർട്ട് ചെയ്യാനുള്ള സാധ്യത അതിനായിരിക്കും.